നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് NAPCC UGC നെറ്റ് പേപ്പർ 1ന്റെ യൂണിറ്റ് 9 പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന പോർഷനിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അത് മാത്രമല്ല മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഇപ്പൊ UPSC അതുപോലെ നമ്മൾ PSC ഡിഗ്രി ലെവലൊക്കെ എഴുതുമ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക് ആണ്. ദറ്റ് ഈസ് NAPCC നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, അപ്പൊ എന്താണ് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് നമുക്ക് നോക്കാം. ലോഞ്ച്ഡ് ഇൻ 2008 ഗൈഡഡ് ബൈ ദ പ്രൈം മിനിസ്റ്റേഴ്സ് കൗൺസിൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. 2008 ഈ പറയുന്ന നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ലോഞ്ച് ചെയ്യുന്നത്. ഇന്ത്യ ഗവൺമെന്റ് ആണ് ലോഞ്ച് ചെയ്തത്. അവർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗൈഡ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് കൗൺസിൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഇനി എന്താണ് ഈ നാഷണൽ ആക്ഷൻ പ്ലാൻ എന്ന് നോക്കാം. ഫോർമുലേറ്റഡ് ബൈ ദ ഗവൺമെന്റ് ടു അഡ്രസ് ദി ചലഞ്ചസ് പോസ്ഡ് ബൈ ദ ക്ലൈമറ്റ് ചേഞ്ച്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ച് അതായത് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലം നമ്മൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ത്രെറ്റ്സ്, സൈഡ് എഫക്ട്സ്, ചലഞ്ചസ്, അപ്പൊ ഇതിനെയൊക്കെ ഒരു എങ്ങനെ കൺട്രോൾ ചെയ്യണം, എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് ഉള്ളതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ ആണ് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ദ ഓവറോൾ എയിം ഈസ് ടു മിറ്റിഗേറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്, അഡാപ്റ്റ് ടു ദ ഇമ്പാക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഓക്കെ, ഓരോ രാജ്യത്തിന്റെയും ക്ലൈമറ്റ് ചേഞ്ചിന്റെ ആക്ഷൻ പ്ലാൻ വ്യത്യാസമായിരിക്കും. പക്ഷെ എന്നാലും എല്ലാവരുടെയും ഒരു ഓവറോൾ ഒരു എയിം, ലക്ഷ്യം എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണ്? ടു മിറ്റിഗേറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് അല്ലെ, ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻസ് കൺട്രോൾ ചെയ്യുക. പിന്നെ അഡാപ്റ്റ് ടു ദ ഇമ്പാക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് അല്ലെ, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങളുമായി പൊരുത്തപ്പെടുക അല്ലെ. അതുപോലെ പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് അതായത് ഹരിതഗൃഹവാതങ്ങളുടെ പുറന്തള്ളൽ കുറയ്ക്കുക. അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങളുമായിട്ട് പൊരുത്തപ്പെടുക. അഡാപ്റ്റഡ് ടു ദ ഇമ്പാക്ട്സ് ഓഫ് ദ ക്ലൈമറ്റ് ചേഞ്ച് ടു പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുക. ഇനി ഈ NAPCCയുടെ കോർ ഇതായിട്ട്, അതായത് കേന്ദ്ര ഭാഗങ്ങളായിട്ട് 8 നാഷണൽ മിഷൻസ് ഫോം ചെയ്തിട്ടുണ്ട്. There are 8 national missions forming the core of the NAPCC which represents. എന്തൊക്കെയാണ് 8 ദേശീയ ദൗത്യങ്ങൾ, 8 നാഷണൽ മിഷൻസ് എന്ന് പറയുന്നത് എന്തിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ക്ലൈമറ്റ് ചേഞ്ചിലെ പ്രധാന ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൾട്ടി പ്രോലോങ്ഡ് ലോങ് ടേം ആൻഡ് ഇന്റഗ്രേറ്റഡ് സ്ട്രാറ്റജീസ് ആണ്. അതായത് ദീർഘകാല അടിസ്ഥാനത്തിലുള്ളതും സംയോജിതവുമായിട്ടുള്ള തന്ത്രങ്ങളെയാണ് ഇവ പ്രതിനിധീകരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് NAPCCയുമായിട്ട് ഉള്ള കോർ ഇതാണ്, അതായത് കേന്ദ്ര ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേന്ദ്ര ഭാഗമായിട്ട് NAPCCയുടെ കേന്ദ്ര ഭാഗമായിട്ടാണ് ഈ 8 ദേശീയ ദൗത്യങ്ങൾ, അതായത് 8 നാഷണൽ മിഷൻസ് ഉണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിലെ പ്രധാന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് മൾട്ടി പ്രോലോങ്ഡ് അതായത് ദീർഘകാല അടിസ്ഥാനത്തിലും ഇന്റഗ്രേറ്റഡ് സ്ട്രാറ്റജി സംയോജിതവുമായിട്ടുള്ള തന്ത്രങ്ങളെയാണ് ഈ ഒരു 8 നാഷണൽ മിഷൻസ് പ്രതിനിധീകരിക്കുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി each mission aims to address specific challenges related to climate change while fostering sustainable development across sectors such as energy, water, agriculture and infrastructure. അപ്പം ഓരോ നാഷണൽ മിഷൻസും എയിം ചെയ്യുന്നത് എന്താണ്? പല പല ലക്ഷ്യങ്ങളാണെങ്കിൽ പോലും പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ്? ദാറ്റ് റിലേറ്റഡ് ടു ക്ലൈമറ്റ് ചേഞ്ച് അല്ലെ, കാലാവസ്ഥ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. വൈൽ ഫോസ്റ്ററിങ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അക്രോസ്, ഏതൊക്കെ മേഖലകളിലാണ് സുസ്ഥിര വികസനങ്ങൾ അവർ എയിം ചെയ്യുന്നത്? ലൈക്ക് എനർജി, ഊർജം, വാട്ടർ, അഗ്രികൾച്ചർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ. ഊർജം, ജലം, കൃഷി, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ മേഖലകളിൽ സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട നിർദ്ദിഷ്ട വെല്ലുവിളികളെ ടു അഡ്രസ് സ്പെസിഫിക് ചലഞ്ചസ്, നിർദ്ദിഷ്ട വെല്ലുവിളികളെ നേരിടാനും ഓരോ ദൗത്യവും ലക്ഷ്യമിടുന്നുണ്ട്. ഓരോ മിഷനും പല പല കാര്യങ്ങളിലാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ പോലും കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട നിർദ്ദിഷ്ട വെല്ലുവിളികളെ നേരിടാനും ഓരോ ദൗത്യവും ലക്ഷ്യമിടുന്നുണ്ട്. ഓക്കെ അല്ലേ? ഈച്ച് മിഷൻ എയിംസ് ടു അഡ്രസ് സ്പെസിഫിക് ചലഞ്ചസ് റിലേറ്റഡ് ടു ക്ലൈമറ്റ് ചേഞ്ച് വൈൽ ഫോസ്റ്ററിങ്. മറ്റു കാര്യങ്ങൾ അവർ ഓരോന്നിലും ഇപ്പൊ 8 നാഷണൽ മിഷൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ കാര്യങ്ങളും അവർ ഊന്നൽ നൽകുന്നുണ്ടെങ്കിൽ പോലും എന്താണ് കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട നിർദ്ദിഷ്ടമായിട്ടുള്ള വെല്ലുവിളികളെ നേരിടാനും ഓരോ പദ്ധതികൾക്ക് ഓരോ നാഷണൽ മിഷൻസും ലക്ഷ്യമിടുന്നുണ്ട്. പിന്നെ കൂടാതെ എന്താണ്
സുസ്ഥിര വികസനവും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഊർജം, ജലം, അഗ്രികൾച്ചർ, ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് NAPCCയുടെ നമുക്ക് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ഒരു നോട്ടാണ്. ഓക്കെ, NAPCC ഇത്തരം പറഞ്ഞ കാര്യം തന്നെയാണ്. നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യസ് എൻഗേജ്മെന്റ് വിത്ത് ഗ്ലോബൽ എഫോർട്സ് ടു അഡ്രസ് ക്ലൈമറ്റ് ചേഞ്ച്. നമ്മൾ പറഞ്ഞ കാര്യമാണ്, കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട്, അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് ആഗോളതലത്തിൽ ശ്രമങ്ങളിൽ ഇന്ത്യയുടെ പങ്കാളിത്തത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് ഈ പറയുന്ന നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇറ്റ് റിഫ്ലക്ട് ദ കൺട്രീസ് കമ്മിറ്റ്മെന്റ് ടു ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ്, ഇൻകോർപ്പറേറ്റ്സ് ഗ്ലോബൽ ബെസ്റ്റ് പ്രാക്ടീസസ്, പ്രൊമോട്ട്സ് ടെക്നോളജി ട്രാൻസ്ഫർ ആൻഡ് കൊളാബറേഷൻ ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദ അച്ചീവ്മെന്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. അതായത് ഇറ്റ് റിഫ്ലക്ട്സ് ദ കൺട്രീസ് കമ്മിറ്റ്മെന്റ് ടു ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ്, അന്താരാഷ്ട്ര കരാറുകളോടുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത, കമ്മിറ്റ്മെന്റ് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കൂടാതെ ആഗോള തലത്തിലെ മികച്ച മാതൃകകൾ ഉൾപ്പെടുത്തുകയും, ഇൻകോർപ്പറേറ്റ്സ് അതാണ് പറഞ്ഞേക്കുന്നത്, ഇൻകോർപ്പറേറ്റ്സ് ഗ്ലോബൽ ബെസ്റ്റ് പ്രാക്ടീസസ്, ആഗോള തലത്തിലുള്ള മികച്ച മാതൃകകൾ ഉൾപ്പെടുത്തുകയും, അതുപോലെ പ്രൊമോട്ട്സ് ടെക്നോളജി ട്രാൻസ്ഫർ, എന്താണ്, സാങ്കേതിക വിദ്യാ കൈമാറ്റവും, പ്രൊമോട്ട്സ് ടെക്നോളജി ട്രാൻസ്ഫർ, ഈ ഓരോ സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റങ്ങൾ അല്ലെ, പുതിയ പുതിയ സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, സാങ്കേതിക വിദ്യ കൈമാറ്റവും, അതുപോലെ തന്നെ എന്താണ്, കൊളാബറേഷൻ സഹകരണവും, ആൻഡ് കോൺട്രിബ്യൂട്ട്സ് ടു ദ അച്ചീവ്മെന്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. കൂടാതെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും ഈ ഒരു NAPCCയുടെ പ്രധാന പങ്ക്, കോൺട്രിബ്യൂഷൻ ഉണ്ട്, ഒരു സംഭാവന നൽകുന്നുണ്ട്. ഓക്കെ അല്ലേ, അതാണ് NAPCC എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ്. ഓരോ വേർഡ് ബൈ വേർഡ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നും പറഞ്ഞ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അടുത്തത് മെയിൻ ഡൊമൈൻസ് ഓഫ് NAPCC. എന്തൊക്കെയാണ് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓഫ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു പ്രധാന മേഖലകൾ, ഡൊമൈൻസ് എന്ന് പറയുന്നത്? ഒന്ന്, മിറ്റിഗേഷൻ. Mitigation means the actions taken to reduce the sources of greenhouse gases and enhance their carbon sink, thus lessening the impact of climate change. അതായത് മിറ്റിഗേഷൻ, ലഘൂകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ്സ് ആക്ഷൻസ് ടേക്കൺ ടു റെഡ്യൂസ് ദ സോഴ്സസ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്, അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ ഉറവിടങ്ങൾ കുറയ്ക്കുന്നതിനും, അതുപോലെ തന്നെ എൻഹാൻസ് ദെയർ കാർബൺ സിങ്ക്സ്, അവയെ ആഗീകരണം ചെയ്യുന്ന കാർബൺ സിങ്കുകളെ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുക. അതാണ് മിറ്റിഗേഷനിനകത്ത് വരുന്നത്. അതുവഴി ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് മിറ്റിഗേഷൻ. അപ്പൊ ഒരു പ്രധാന മേഖല, NAPCCയുടെ ഒരു പ്രധാന മേഖല, ഒരു മെയിൻ ഡൊമൈൻ എന്ന് പറയുന്നത് മിറ്റിഗേഷൻ ആണ്, ലഘൂകരണമാണ്. ലഘൂകരണം എന്ന് പറയുമ്പോൾ തന്നെ റെഡ്യൂസിങ് അല്ലെ, ആക്ഷൻസ് ടേക്കൺ ടു റെഡ്യൂസ് ദ സോഴ്സസ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ്, ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെ ഉറവിടങ്ങൾ കുറയ്ക്കുക, അതുപോലെ തന്നെ കാർബൺ സിങ്കുകളെ എൻഹാൻസ് ചെയ്യുക, മെച്ചപ്പെടുത്തുക. അത് മാത്രമല്ല, അതുവഴി ക്ലൈമറ്റ് ചേഞ്ച് മൂലം ഉണ്ടാകുന്ന ആഘാതങ്ങളെ കുറയ്ക്കുക. ഓക്കെ, അതാണ് മിറ്റിഗേഷൻ. പിന്നെ വരുന്നത് അഡാപ്റ്റേഷൻ ആണ്, അതായത് അനുകൂലനം. ആസ് പെർ IPCC, adaptation is in the form of adjustment in natural or human systems in response to actual or expected climatic stimuli or their effects which moderate harm or exploit beneficial opportunities. അതായത് IPCC അനുസരിച്ച് അഡാപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് അഡ്ജസ്റ്റ്മെന്റ്സ് ഇൻ നാച്ചുറൽ ഓർ ഹ്യൂമൻ സിസ്റ്റംസ് to actual or expected climatic stimuli or their effects. അതായത് ആക്ച്വൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ളതോ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ്, നമ്മൾ പ്രതീക്ഷിക്കുന്നതോ ആയിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നേരിടാൻ മനുഷ്യന്റെയോ അല്ലെങ്കിൽ ഹ്യൂമൻ സിസ്റ്റംസ്, മനുഷ്യന്റെയോ പ്രകൃതിയുടെ വ്യവസ്ഥകളിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് ഈ പറയുന്ന അഡാപ്റ്റേഷനിൽ വരുന്നത്. വിച്ച് മോഡറേറ്റ്സ് ഹാം ഓർ എക്സ്പ്ലോയിറ്റ് ബെനഫിഷ്യൽ ഓപ്പർച്യൂണിറ്റീസ്. അപ്പൊ ഇത് ദോഷങ്ങൾ കുറയ്ക്കാനും അതുപോലെ തന്നെ അനുകൂലമായ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും സഹായിക്കുന്നുണ്ട്. അതാണ് ഒരു അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. IPCC അനുസരിച്ച് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് അഡ്ജസ്റ്റ്മെന്റ്സ്. അതായത് നമ്മൾ ചില ആക്ച്വൽ ക്ലൈമാറ്റിക് സ്റ്റിമുലസ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ക്ലൈമാറ്റിക് സ്റ്റിമുലസ്, അതിന്റെ ആഘാതങ്ങളുമായിട്ട് എങ്ങനെ ഈ ഒരു പ്രകൃതി, നാച്ചുറൽ സിസ്റ്റം അല്ലെങ്കിൽ ഹ്യൂമൻ സിസ്റ്റം റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ എന്താണ് ചെക്ക് ചെയ്യുകയാണ്. അപ്പം ഈ ഒരു കാര്യം ദാറ്റ് മോഡറേറ്റ്സ്, അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ വരുന്ന ഹാർംഫുൾ ആയിട്ടുള്ള ദോഷങ്ങൾ കുറയ്ക്കാനും
അനുകൂലമായിട്ടുള്ള ഒരു ബെനഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് പ്രയോജനപ്പെടുത്താനും ഒക്കെ സഹായിക്കും. വിച്ച് മോഡറേറ്റ്സ് ഹാം ഓർ എക്സ്പ്ലോയിറ്റ് ബെനഫിഷ്യൽ ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, അപ്പൊ അതാണ് ഈ പറയുന്ന അഡാപ്റ്റേഷനിൽ വരുന്നത്. ആസ് പെർ IPCC, അഡാപ്റ്റേഷൻ ഈസ് ഇൻ ദ ഫോം ഓഫ് അഡ്ജസ്റ്റ്മെന്റ്സ് in natural or human systems in response to actual or expected climatic stimuli അല്ലെങ്കിൽ അതിന്റെ എഫക്ട്സ്. ഓക്കെ, ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ദാറ്റ് ഈസ് സുസ്ഥിര വികസനം. എന്താണ്? ഡെവലപ്മെന്റ് ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദി പ്രസന്റ് വിത്തൗട്ട് കോംപ്രമൈസിംഗ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ് ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. അതിൽ രണ്ട് എക്സാമ്പിൾസ് ആണ് MDGsഉം SDGsഉം, മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസും. എന്താണ് സുസ്ഥിര വികസനം പറയുന്നത്? ഭാവി തലമുറകൾക്ക് അവരുടെ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ വിട്ടുവീഴ്ച ചെയ്യാതെ, അവരുടെ ഭാവി തലമുറയ്ക്ക് ഫ്യൂച്ചർ ജനറേഷൻസിന് വേണ്ടുന്ന റിസോഴ്സസിലും മറ്റു കാര്യങ്ങളിലും ഒന്നും തന്നെ കോംപ്രമൈസ് ചെയ്യാതെ, വിട്ടുവീഴ്ച ചെയ്യാതെ നിലവിലുള്ള തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുക, പ്രസന്റ് നീഡ്സ് മീറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ് ആണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ദ ഡെവലപ്മെന്റ് ദാറ്റ് മീറ്റ് ദ നീഡ്സ് ഓഫ് ദി പ്രസന്റ്, അതായത് വിത്തൗട്ട് കോംപ്രമൈസിംഗ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ് ടു മീറ്റ് ദിയർ ഓൺ നീഡ്സ്. ഭാവി തലമുറയ്ക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാതെ പ്രസന്റ് ജനറേഷൻസിന്റെ, നിലവിലുള്ള തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വികസനമാണ് സുസ്ഥിര വികസനം. അതിനകത്ത് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ഉണ്ട്. 8 മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസും 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസും നമ്മളുടെ ഈ ചാനലിൽ തന്നെ ഷോർട്സ് നമ്മൾ പറഞ്ഞതാണ്. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാൻ. ഓരോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എത്രാമത്തെയാണെന്ന് എടുത്ത് ചോദിക്കും. 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസും ഉണ്ട്, 8 മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസും ഉണ്ട്. അത് നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. അപ്പൊ ഇത്രയാണ് NAPCCയുടെ പ്രധാന മേഖലകൾ എന്ന് പറയുന്നത്, മെയിൻ ഡൊമൈൻസ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് NAPCCയുടെ 8 നാഷണൽ മിഷൻസ് എന്ന് നോക്കിക്കേ. 1, നാഷണൽ സോളാർ മിഷൻ, നാഷണൽ മിഷൻ ഫോർ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി, നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ്, നാഷണൽ വാട്ടർ മിഷൻ, നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനിങ് ദ ഹിമാലയൻ എക്കോസിസ്റ്റം, നാഷണൽ മിഷൻ ഫോർ എ ഗ്രീൻ ഇന്ത്യ, നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, നാഷണൽ മിഷൻ ഫോർ സ്ട്രാറ്റജിക് നോളജ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇത്രയുമാണ് NAPCCയുടെ കോർ ആയിട്ടുള്ള 8 നാഷണൽ മിഷൻസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് പേര് പോലെ തന്നെ നമുക്ക് പല കാര്യങ്ങളും ഓർത്തു വെക്കാൻ എളുപ്പമാണ്. ഇപ്പൊ ആദ്യത്തെ തന്നെ നോക്കിക്കേ, നാഷണൽ സോളാർ മിഷൻ. നാഷണൽ സോളാർ മിഷൻ എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ നമുക്ക് മനസ്സിലാവും, റിലേറ്റഡ് വിത്ത് സോളാർ എനർജി അല്ലെ, സൗരോർജവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മിഷനാണ് എന്ത്, ഈ പറയുന്ന നാഷണൽ സോളാർ മിഷൻ എന്ന് പറയുന്നത്. ടു പ്രൊമോട്ട് ദി ഡെവലപ്മെന്റ് ആൻഡ് യൂസ് ഓഫ് സോളാർ എനർജി ഫോർ പവർ ജനറേഷൻ ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ സോളാർ റിസർച്ച് സെന്റർ. അതായത് സൗരോർജത്തിന്റെ ഉപയോഗം അല്ലെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, സൗരോർജത്തിന്റെ വികസനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുപോലെ ഒരു സോളാർ റിസർച്ച് സെന്ററിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്, സോളാർ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ പറയുന്ന, അതിന് ഊന്നൽ നൽകുന്നതാണ് നാഷണൽ സോളാർ മിഷൻ എന്ന് പറയുന്നത്. സൗരോർജത്തിന്റെ വികസനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുക, പ്രൊമോട്ട് ദി ഡെവലപ്മെന്റ് ആൻഡ് യൂസ് ഓഫ് സോളാർ എനർജി ഫോർ പവർ ജനറേഷൻ, അതുപോലെ ഒരു സോളാർ റിസർച്ച് സെന്ററിന്റെ എസ്റ്റാബ്ലിഷ്മെന്റുമാണ് ഇത് ഊന്നൽ വെക്കുന്നത്. ഓക്കെ, അതുപോലെ നാഷണൽ മിഷൻ ഫോർ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഫോക്കസസ് ഓൺ ഇംപ്രൂവിംഗ് എനർജി എഫിഷ്യൻസി അക്രോസ് വേരിയസ് സെക്ടേഴ്സ് ത്രൂ ഇനിഷ്യേറ്റീവ്സ് സച്ച് ആസ് ദി പെർഫോം, അച്ചീവ് ആൻഡ് ട്രേഡ് സ്കീം, PAT scheme. This scheme set energy efficiency target for energy intensive industries and provides them with the incentives for surpassing those targets. അതായത് PAT scheme എന്ന് പറഞ്ഞാൽ പെർഫോം, അച്ചീവ് ആൻഡ് ട്രേഡ് സ്കീം, അതുപോലെയുള്ള ഇനിഷ്യേറ്റീവ്സ് വഴി, PAT പദ്ധതി പോലുള്ള ഇനിഷ്യേറ്റീവ്സിലൂടെ വിവിധ മേഖലകളിൽ, അതായത് അക്രോസ് വേരിയസ് സെക്ടേഴ്സ് എനർജി എഫിഷ്യൻസി, അതായത് ഊർജ്ജ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിലാണ് ഈ പറയുന്ന നാഷണൽ മിഷൻ ഫോർ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി ഫോക്കസ് ചെയ്യുന്നത്. അതായത് PAT സ്കീം പോലുള്ള ഇനിഷ്യേറ്റീവ്സ്, സംരംഭങ്ങളിലൂടെ ഒക്കെ തന്നെയും പല മേഖലകളിൽ വേരിയസ് സെക്ടേഴ്സിൽ എനർജി എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുക, അതായത് ഊർജ്ജ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് നാഷണൽ മിഷൻ ഫോർ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി. അത് മാത്രമല്ല, ദിസ് സ്കീം സെറ്റ് എനർജി എഫിഷ്യൻസി ടാർഗറ്റ് ഫോർ എനർജി ഇന്റൻസീവ് ഇൻഡസ്ട്രീസ് ആൻഡ് പ്രൊവൈഡ്സ് them with the incentive for surpassing those targets. ഇതിന്റെ മറ്റൊരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഊർജ്ജ ഉപയോഗങ്ങൾ, അതായത് ഈ എനർജി ഇന്റൻസീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഉണ്ട്, അതായത് എനർജി ഒരുപാട് ആവശ്യമായിട്ടുള്ള വ്യവസായങ്ങൾക്ക് ഈ പറയുന്ന ഊർജ്ജ കാര്യക്ഷമത ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും, അതായത് ആ ഒരു ടാർഗറ്റുകൾ എനർജി എഫിഷ്യൻസി സെറ്റ് ചെയ്യും, ആ ഒരു ഊർജം എത്രത്തോളം നമ്മൾ ഉപയോഗിക്കണം എന്നുള്ള ടാർഗറ്റുകൾ സെറ്റ് ചെയ്യുകയും ഇനി ഈ ടാർഗറ്റുകളെ
മറികടക്കുന്നവർക്ക് പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്യും. ഈ ഒരു ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യുന്നവർക്ക് ഇൻസെന്റീവ്സ് അല്ലെങ്കിൽ ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ആ ഒരു കാര്യവും ഈ നാഷണൽ മിഷൻ ഫോർ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി പറയുന്നുണ്ട്. അടുത്തത് നാഷണൽ വാട്ടർ മിഷനാണ്. ദാറ്റ് ഫോക്കസസ് ഓൺ കൺസേർവിംഗ് വാട്ടർ റിസോഴ്സസ്, പ്രൊമോട്ടിംഗ് സസ്റ്റൈനബിൾ വാട്ടർ മാനേജ്മെന്റ് പ്രാക്ടീസസ് ആൻഡ് ഇംപ്രൂവിംഗ് വാട്ടർ യൂസ് എഫിഷ്യൻസി. അത് പേര് പോലെ തന്നെയാണ്, നമ്മൾ ജലസ്രോതസ്സുകളെയൊക്കെ നമ്മൾ സംരക്ഷിക്കുന്നതിനും അതുപോലെ പ്രൊമോട്ടിംഗ് സസ്റ്റൈനബിൾ വാട്ടർ മാനേജ്മെന്റ് പ്രാക്ടീസസ്, സുസ്ഥിരമായിട്ടുള്ള ഒരു വാട്ടർ മാനേജ്മെന്റ് രീതികളെ പ്രോത്സാഹിപ്പിക്കുക, ഇംപ്രൂവിംഗ് വാട്ടർ യൂസ് എഫിഷ്യൻസി, ജലവിനിയോഗം അതായത് ജലത്തിന്റെ ഉപയോഗം അതിന്റെ ഒരു കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിലുമൊക്കെ തന്നെയും ഈ നാഷണൽ വാട്ടർ മിഷൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അടുത്തത് നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് എന്താണ്? എയിംസ് അറ്റ് പ്രൊമോട്ടിംഗ് എനർജി എഫിഷ്യൻസി ആസ് എ കോർ കമ്പോണന്റ് ഓഫ് അർബൻ പ്ലാനിംഗ്, അതായത് നഗരാസൂത്രണം അർബൻ പ്ലാനിങ്ങിന്റെ ഒരു പ്രധാന ഘടകമായിട്ട് ഈ പറയുന്ന ഊർജ്ജ കാര്യക്ഷമതയെ പ്രോത്സാഹിപ്പിക്കാം. പ്രൊമോട്ടിംഗ് എനർജി efficiency as a core component of urban planning. അതുപോലെ തന്നെ strengthening the enforcement of automotive fuel economy standards. ഓട്ടോമോട്ടീവ് എക്കണോമിക് സ്റ്റാൻഡേർഡ്സ് അതിന് വേണ്ടിയിട്ടുള്ള മാനദണ്ഡങ്ങളെ കർശനമാക്കുക. ഇനി വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് റീസൈക്ലിംഗ്, മാലിന്യ സംസ്കരണവും പുനരുപയോഗവും റീസൈക്ലിംഗും ഒക്കെ കൂടുതലായിട്ട് ശക്തിപ്പെടുത്തുക. അതാണ് ഈ പറയുന്ന നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ്. ഇതൊക്കെ നമ്മൾ വളരെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ PYQന്റെ രീതിയിൽ മാത്രം നമ്മൾ നോക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ട്സുകളാണ്. ആഴത്തിൽ പഠിക്കാനാണെങ്കിൽ ഇതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം. ഇനി നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനിങ് ദ ഹിമാലയൻ എക്കോസിസ്റ്റം. അപ്പൊ പേര് പോലെ തന്നെ അറിയാം, ഹിമാലയൻ എക്കോസിസ്റ്റത്തിനെ സംരക്ഷിക്കുക അല്ലെ. ടു പ്രൊട്ടക്ട് ദ ഹിമാലയൻ റീജിയൻസ് എക്കോളജിക്കൽ ഇന്റഗ്രിറ്റി വൈൽ എൻഷുറിംഗ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ് ഇറ്റ്സ് കമ്മ്യൂണിറ്റീസ്. അതായത് ഹിമാലയൻ മേഖലയിലെ പരിസ്ഥിതിയുടെ സുരക്ഷിതത്വവും അതുപോലെ തന്നെ പരിസ്ഥിതിയുടെ സുരക്ഷിതത്വം സംരക്ഷിക്കുന്നതിനൊപ്പം തന്നെ അവിടെയുള്ള സമൂഹങ്ങളുടെ സുസ്ഥിരമായിട്ടുള്ള വികസനം ഉറപ്പാക്കുകയും വേണം. അതാണ് ടു പ്രൊട്ടക്ട് ദ ഹിമാലയൻ റീജിയൻസ് എക്കോളജിക്കൽ ഇന്റഗ്രിറ്റി. അവരുടെ ഹിമാലയൻ മേഖലയുടെ പരിസ്ഥിതിയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും വേണം. പക്ഷേ അതിനോടൊപ്പം എന്തും കൂടെ ഉറപ്പുവരുത്തണം, വൈൽ എൻഷുറിംഗ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ് ഇറ്റ്സ് കമ്മ്യൂണിറ്റീസ്. ആ സമൂഹത്തിന്റെ സുസ്ഥിരപരമായിട്ടുള്ള വികസനവും കൂടി നമ്മൾ ഉറപ്പുവരുത്തണം. വൈൽ എൻഷുറിംഗ് അതും കൂടി വേണം. ഓക്കെ, to prevent melting of the Himalayan glaciers and to protect biodiversity in the Himalayan region. ഹിമാലയൻ പാളികൾ, ഹിമാനികൾ, ഗ്ലേസിയേഴ്സ് ഉരുകുന്നതും അതുപോലെ ഹിമാലയൻ മേഖലയിലുള്ള ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ഈ പറയുന്ന നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനിങ് ദ ഹിമാലയൻ എക്കോസിസ്റ്റം. ഇനി അടുത്തത് ഇനിയൊരു 4 മിഷൻസും കൂടി ഉണ്ട്, അത് നമുക്ക് ഇപ്പൊ തന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്ത 4 മിഷൻസ് എന്ന് പറഞ്ഞാൽ 3 മിഷൻസും കൂടിയുണ്ട്. നാഷണൽ മിഷൻ ഫോർ എ ഗ്രീൻ ഇന്ത്യ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് എന്താ, ഗ്രീൻ ഇന്ത്യ മിഷൻ എന്നും പറയാം. നാഷണൽ മിഷൻ ഫോർ എ ഗ്രീൻ ഇന്ത്യ അല്ലെങ്കിൽ ഗ്രീൻ ഇന്ത്യ മിഷൻ എന്നും പറയാം. എന്താ അതിന്റെ ലക്ഷ്യം? ഇറ്റ് ഈസ് എയിംഡ് അറ്റ് പ്രൊട്ടക്ടിംഗ്, റീസ്റ്റോറിംഗ് ആൻഡ് എൻഹാൻസിംഗ് ഇന്ത്യാസ് ഡിമിനിഷിംഗ് ഫോറസ്റ്റ് കവർ ആൻഡ് എൻഹാൻസ് എക്കോസിസ്റ്റം സർവീസസ് ത്രൂ അഫോറസ്റ്റേഷൻ, റീഫോറസ്റ്റേഷൻ ആൻഡ് ഇംപ്രൂവ്ഡ് ഫോറസ്റ്റ് മാനേജ്മെന്റ് പ്രാക്ടീസസ്. ബൈ പ്രിസർവിംഗ് ആൻഡ് എക്സ്പാൻഡിംഗ് ഫോറസ്റ്റഡ് ഏരിയാസ്, ഇന്ത്യ ക്യാൻ സീക്വസ്റ്റർ കാർബൺ ഡയോക്സൈഡ്, മിറ്റിഗേറ്റ് സോയിൽ ഇറോഷൻ ആൻഡ് പ്രൊമോട്ട് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളുടെ രാജ്യത്ത് ഇപ്പം ഫോറസ്റ്റ് കവർ കുറഞ്ഞു വരികയാണ്. അതായത് ഇന്ത്യയിൽ കുറഞ്ഞു വരുന്ന ആ ഒരു വന വിസ്തൃതി അതിനെ സംരക്ഷിക്കുക, റീസ്റ്റോർ ചെയ്യുക, അതിനെ കൂടുതലായിട്ട് എൻഹാൻസ് ചെയ്യുക അല്ലെ, സംരക്ഷിക്കുക, അതിനെ പുനഃസ്ഥാപിക്കുക, വർദ്ധിപ്പിക്കുക എന്നൊക്കെയാണ് ലക്ഷ്യം. ഏതൊക്കെ രീതിയിലാണ്? ത്രൂ അഫോറസ്റ്റേഷൻ, റീഫോറസ്റ്റേഷൻ ആൻഡ് ഇംപ്രൂവ്ഡ് ഫോറസ്റ്റ് മാനേജ്മെന്റ് പ്രാക്ടീസസ്. അതായത് കൂടുതൽ ട്രീസ് പ്ലാന്റ് ചെയ്യുക, വനവൽക്കരണം, വീണ്ടും നമ്മൾ മരങ്ങളെ വെച്ചുപിടിപ്പിക്കുക, പിന്നെ മെച്ചപ്പെട്ട രീതിയിലുള്ള വനപരിപാലന രീതികളിലൂടെ തന്നെയും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ പറയുന്ന നമ്മൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വനവിസ്തൃതി സംരക്ഷിക്കാനായിട്ട് സാധിക്കും. അതാണ് ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. പിന്നെ പ്രിസർവിംഗ് ആൻഡ് എക്സ്പാൻഡിംഗ് ഫോറസ്റ്റഡ് ഏരിയാസ്, ഈ പറയുന്ന വനമേഖലകൾ സംരക്ഷിക്കുന്നതിലൂടെയും വ്യാപിപ്പിക്കുന്നതിലൂടെയും ഇന്ത്യക്ക് കാർബൺ ഡയോക്സൈഡ്
ആഗീകരണം ചെയ്യാൻ, കാർബൺ സീക്വസ്ട്രേഷനും അതുപോലെ മണ്ണൊലിപ്പ് തടയാൻ, സോയിൽ ഇറോഷൻ തടയാനും ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, ജൈവ വൈവിധ്യ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കാനും സാധിക്കും. ഇത്രയുമാണ് ഈ പറയുന്ന നാഷണൽ മിഷൻ ഫോർ എ ഗ്രീൻ ഇന്ത്യ അല്ലെങ്കിൽ ഗ്രീൻ ഇന്ത്യ മിഷനിൽ പറയുന്നത്. അടുത്ത നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എയിംസ് ടു എൻഹാൻസ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി വൈൽ മിനിമൈസിംഗ് ദ കാർബൺ ഫുട് പ്രിന്റ്സ് ഓഫ് ഫാമിംഗ് പ്രാക്ടീസസ്. അതെന്താണ്? അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റീസ് അല്ലേ, വൈൽ മിനിമൈസിംഗ് ദ കാർബൺ ഫുട് പ്രിന്റ്സ് ഓഫ് ഫാമിംഗ് പ്രാക്ടീസസ്. അതായത് കൃഷി രീതികളിലെ കാർബൺ ഫുട് പ്രിന്റ്സ് കുറച്ചുകൊണ്ട് കാർഷിക ഉൽപാദനക്ഷമത, എൻഹാൻസ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി, അതാണ് നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഊന്നൽ കൊടുക്കുന്നത്. എയിംസ് ടു എൻഹാൻസ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി വെൽ മിനിമൈസിംഗ് ദ കാർബൺ ഫുട് പ്രിന്റ് ഓഫ് ഫാമിംഗ് പ്രാക്ടീസസ്. അതായത് കൃഷി രീതികളിലെ കാർബൺ ഫുട് പ്രിന്റ്സ് കുറച്ചുകൊണ്ട്, മിനിമൈസ് ചെയ്തുകൊണ്ട് കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, അതാണ് ഒരു ലക്ഷ്യം. രണ്ടാമത്തെ എന്താണ്? എയിംസ് ടു സപ്പോർട്ട് ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ ഇൻ അഗ്രികൾച്ചർ ത്രൂ ദ ഡെവലപ്മെന്റ് ഓഫ് ക്ലൈമറ്റ് റെസിലിയന്റ് ക്രോപ്സ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് വെതർ ഇൻഷുറൻസ് മെക്കാനിസംസ് ആൻഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്. എയിംസ് ടു സപ്പോർട്ട് ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ ഇൻ അഗ്രികൾച്ചർ, അതായത് കാലാവസ്ഥ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്ന വിളകൾ, അതാണ് ക്ലൈമറ്റ് റെസിലിയന്റ് ക്രോപ്സുകൾ. ത്രൂ ദ ഡെവലപ്മെന്റ് ഓഫ് ക്ലൈമറ്റ് റെസിലിയന്റ് ക്രോപ്സ്. ക്ലൈമറ്റ് റെസിലിയന്റ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്ന വിളകൾ. അത്തരത്തിലുള്ള ക്ലൈമറ്റ് റെസിലിയന്റ് ക്രോപ്സിന്റെ ഡെവലപ്മെന്റ് വഴിയും, പിന്നെ എക്സ്പാൻഷൻ ഓഫ് വെതർ ഇൻഷുറൻസ് സ്കീം, കാലാവസ്ഥാ ഇൻഷുറൻസ് സംവിധാനങ്ങളുടെ വ്യാപനം, എക്സ്പാൻഷൻ ആൻഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്, ശാസ്ത്രീയപരമായിട്ടുള്ള കാർഷിക രീതികൾ, ഇവയൊക്കെ കൂടെ, ഈ ഒരു രീതികളിലൂടെയൊക്കെ കൂടി നമുക്ക് കൃഷിയിലെ കാലാവസ്ഥാ വ്യതിയാനം പൊരുത്തപ്പെടാൻ, അതായത് ചേഞ്ചസ്, ഈ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് കൃഷിയിടങ്ങളിലും നമ്മൾ മാറ്റങ്ങൾ വരുത്തണം. അപ്പൊ അത്തരത്തില് ക്ലൈമറ്റ് അഡാപ്റ്റേഷൻസിനെ സപ്പോർട്ട് ചെയ്യണം അല്ലെ, കാലാവസ്ഥ വ്യതിയാന പൊരുത്തപ്പെടുക, അതാണ് ക്ലൈമറ്റ് അഡാപ്ഷൻ. അപ്പൊ ഇത് പിന്തുണയ്ക്കണം. ഏതൊക്കെ രീതിയിൽ നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും? ക്ലൈമറ്റ് റെസിലിയന്റ് ക്രോപ്സ് ഡെവലപ്പ് ചെയ്യാം, എക്സ്പാൻഷൻ ഓഫ് വെതർ ഇൻഷുറൻസ് സ്കീംസ്, അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്. അപ്പം ആ ഒരു രീതിയിലും നമുക്ക് അഗ്രികൾച്ചറിൽ ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ സപ്പോർട്ട് ചെയ്യാം ഈ പറയുന്ന രീതികളിലൂടെ. അപ്പൊ അത് നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിൽ വരുന്നതാണ്. അടുത്ത നാഷണൽ മിഷൻ ഓൺ സ്ട്രാറ്റജിക് നോളജ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച്. അതിലെന്താ പറയുന്നത്? The plan envisions a new climate science research fund, improved climate modeling, and increased international collaboration, and encourages private sector initiatives to develop adaptation and mitigation technologies through venture capital fund. അതായത് ഈ ഒരു പദ്ധതി എന്താണ് നമ്മളോട് പറയുന്നത്? എൻവിഷൻസ് എ ന്യൂ ക്ലൈമറ്റ് സയൻസ് റിസർച്ച് ഫണ്ട്, ഒരു പുതിയ കാലാവസ്ഥാ ശാസ്ത്ര ഗവേഷണ ഫണ്ട്. ഇംപ്രൂവ്ഡ് ക്ലൈമറ്റ് മോഡലിംഗ് ആൻഡ് ഇൻക്രീസ്ഡ് ഇന്റർനാഷണൽ കൊളാബറേഷൻ, മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു കാലാവസ്ഥാ മോഡലിംഗ്, ക്ലൈമറ്റ് മോഡലിംഗ്. പിന്നെ ഇൻക്രീസ്ഡ് ഇന്റർനാഷണൽ കൊളാബറേഷൻ, വർദ്ധിപ്പിച്ച ഇൻക്രീസ്ഡ് ഇന്റർനാഷണൽ കൊളാബറേഷൻ. അതുപോലെ എൻകറേജസ് പ്രൈവറ്റ് സെക്ടർ ഇനിഷ്യേറ്റീവ്സ്, പുതിയ പ്രൈവറ്റ് സെക്ടർ, പൊതുവല്ല പ്രൈവറ്റ് സെക്ടർ ആണ് അല്ലെ, പ്രൈവറ്റ് സെക്ടർ ഇനിഷ്യേറ്റീവ്സിനെ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എൻകറേജ് ചെയ്യുക. ഏത് വഴിയാണ്? ടു ഡെവലപ്പ് അഡാപ്റ്റേഷൻ ആൻഡ് മിറ്റിഗേഷൻ ടെക്നോളജീസ് ത്രൂ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ്. വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ് എന്ന് പറയുമ്പോൾ വിപണിയിലുള്ള ഒരു സംരംഭക ഫണ്ടുകളാണ്. അപ്പൊ ആ ഒരു വഴിയിലൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാന്? പുതിയ സാങ്കേതിക വിദ്യകൾ, അഡാപ്റ്റേഷൻ ആൻഡ് മിറ്റിഗേഷൻ ടെക്നോളജീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് പറയാം? ലഘൂകരണ സാങ്കേതിക വിദ്യകളൊക്കെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വകാര്യ മേഖലകളിലെയാണ്, പ്രൈവറ്റ് സെക്ടർ ഇനിഷ്യേറ്റീവ്സിനെയാണ്, സ്വകാര്യ മേഖലകളിലെ സംരംഭങ്ങളെ നമുക്ക് കൂടുതൽ പ്രോത്സാഹിപ്പിക്കാം. ഇത് ഈ ഒരു നാഷണൽ മിഷൻ ഫോർ സ്ട്രാറ്റജിക് നോളജ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പൊ കൂടുതൽ എക്സ്പ്ലനേഷൻ അറിഞ്ഞില്ലെങ്കിലും ഈ NAPCC എന്താണ്, അതിലെ 8 നാഷണൽ മിഷൻസ് ഏതൊക്കെയാണ്, എന്താണ് അത് ജസ്റ്റ് ഫോക്കസ് ചെയ്യുന്നതെന്ന് കൂടി അറിഞ്ഞിരിക്കുക. അപ്പൊ അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ നാഷണൽ മിഷൻസ് ഓഫ് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. താഴെ 5 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ NAPCCയുമായിട്ട് ബന്ധപ്പെട്ട നാഷണൽ മിഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ നാഷണൽ ഓസോൺ മിഷൻ, ബി നാഷണൽ സോളാർ മിഷൻ, സി നാഷണൽ വാട്ടർ മിഷൻ, ഡി നാഷണൽ എയർ മിഷൻ ആൻഡ് ഇ നാഷണൽ മിഷൻ ഫോർ ഗ്രീൻ ഇന്ത്യ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം 8 എണ്ണം നമ്മളിപ്പോ പഠിച്ചതേ ഉള്ളൂ. അതിൽ ഏതൊക്കെയാണ് വരുന്നത്? 'നാഷണൽ സോളാർ മിഷൻ' ബി വരും, 'നാഷണൽ വാട്ടർ മിഷൻ' സി വരും, 'നാഷണൽ എയർ മിഷൻ' ഡി വരും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം 8 എണ്ണം നമ്മളിപ്പോ പഠിച്ചതേ ഉള്ളൂ. അതിൽ ഏതൊക്കെയാണ് വരുന്നത്? 'നാഷണൽ സോളാർ മിഷൻ' ബി വരും, 'നാഷണൽ വാട്ടർ മിഷൻ' സി വരും,
ഇ നാഷണൽ മിഷൻ ഫോർ ഗ്രീൻ ഇന്ത്യ, ഇയും വരും, അല്ലെങ്കിൽ ഗ്രീൻ ഇന്ത്യ മിഷൻ. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. അതായത് ബി, സി, ഇ, നാഷണൽ സോളാർ മിഷൻ, നാഷണൽ വാട്ടർ മിഷൻ, നാഷണൽ മിഷൻ ഫോർ ഗ്രീൻ ഇന്ത്യ. സോ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതുപോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ടോപ്പിക്ക് മിസ് ആക്കാതെ തന്നെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, താങ്ക് യു.